ഒളിമ്പിക്സിനോടനുബന്ധിച്ച് 2 ലക്ഷത്തോളം ബൈബിളിന്റെ വിതരണത്തിനായുള്ള തയ്യാറെടുപ്പുമായി ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റി. 1,40,000 ഫ്രഞ്ച് കോപ്പികളും 60,000 ഇംഗ്ലീഷിലുള്ള ബൈബിളുകളും വിതരണം ചെയ്യാനാണ് സൊസൈറ്റി പദ്ധതിയിടുന്നത്. ബൈബിളിലെ പുതിയ നിയമമാണ് വിതരണം ചെയ്യുക. വിതരണം സുഗമമാക്കുന്നതിന് വിവിധ ക്രിസ്ത്യൻ മിനിസ്ട്രികളുമായി സൊസൈറ്റി രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് ഹാൻഡ്ബോൾ ചാമ്പ്യൻ ജോയൽ അബാറ്റി, ഓസ്ട്രേലിയൻ ഹൈജമ്പർ നിക്കോളോ ഒലിസ്ലാഗസ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട്. ഓരോ രാജ്യത്തെയും ബൈബിൾ സൊസൈറ്റി വഹിക്കുന്നത് സുസ്ഥിരമായ പങ്കാണെന്നും സമകാലിക ലോകത്ത് ബൈബിളിന് ശക്തമായ സ്വാധീനമാണുള്ളതെന്നും ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ജോനാഥൻ ബൗലറ്റ് പറഞ്ഞു. ഇന്തോനേഷ്യയിൽ ഒരു ഭവനത്തിൽ ഒത്തുകൂടിയ ക്രൈസ്തവരോട് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് തീവ്ര ഇസ്ലാമിക വിശ്വാസികൾ. തെൻഗരങ്ങിലെ തെലുഗ് നാഗ ജില്ലയിലെ കാംപു മെലായോ തിമൂറിലെ ടെസ്ലോനിക്ക പള്ളിക്ക് സമീപം താമസിക്കുന്ന തീവ്ര ഇസ്ലാമിക വിശ്വാസികളാണ് ഈ ആവശ്യം ഉയർത്തുകയും കലാപമുണ്ടാക്കുകയും ചെയ്തത്. പ്രാർത്ഥിക്കാൻ ഒരു വീട്ടിൽ ഒത്തുകൂടേണ്ടി വന്നതിന് വിശ്വാസികളെ പരിഹസിക്കുന്ന കലാപകാരികളുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഒരു ഭൂരിപക്ഷം മുസ്ലിം രാജ്യമാണ് ഇന്തോനേഷ്യ. തീവ്ര ഇസ്ലാമിക വിശ്വാസികളുടെ ഭീഷണിയെ തുടർന്ന് ദേവാലയത്തിൽ പ്രാർത്ഥനകൾ നിർത്തിയതായി പ്രദേശവാസികൾ വെളിപ്പെടുത്തുന്നു. പെറുവിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ 375-ാം വാർഷികത്തിന്റെ ജൂബിലി ആഘോഷത്തിന് തുടക്കമായപ്പോൾ ഒരുമിച്ച് ചേർന്നത് ആയിരങ്ങൾ. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ചിക്ലയോ പ്രവിശ്യയിലെ സിയൂഡാഡ് ഈറ്റനിലാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ചിക്ലയോയിലെ ബിഷപ്പ് എൻഡിസൺ ഫെർഫാൻ കോർഡോവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് പരിപാടി ആരംഭിച്ചത്. ഫ്രാൻസിസ് പാപ്പയുടെ ആശംസയും ആശീർവാദവും വിശുദ്ധ കുർബാന മധ്യേ സന്ദേശത്തിലൂടെ ബിഷപ്പ് പങ്കുവച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത്. 2024 ജൂലൈ 22 മുതൽ 2025 ജൂലൈ 22 വരെ ഇവിടെ തീർത്ഥാടനം നടത്തുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. സഹനങ്ങളിലും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചെന്ന് മാർ ജോസ് പുളിക്കൽ. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഭരണജ്ഞാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. അൽഫോൻസാമ സഹനത്തിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറിയതുപോലെ സഹനത്തിലൂടെയാണ് സഭ വളർന്ന് ഫലം ചൂടിയത്. നമ്മുടെ ജീവിതങ്ങളിലെ സഹനങ്ങൾ ദൈവഹിതമായി സമർപ്പിക്കുമ്പോൾ അവ സുഹൃതങ്ങളായി മാറും. സഭയെ സ്നേഹിച്ചവളാണ് അൽഫോൻസാമ. സഭയെ തന്റെ അമ്മയായി കണ്ട് സഭയ്ക്കു വേണ്ടി ജീവിച്ചു. ദൈവഹിതത്തിന് സമർപ്പിച്ച ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നതെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള എക്യുമെനിക്കൽ സംഘം ഡോക്ടർ തിയോഡീഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയെ സന്ദർശിച്ച് ചർച്ച നടത്തി. ആഗോള കത്തോലിക്ക സഭയും മലങ്കര മാർത്തോമ സിറിയാനി സഭയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു 9 അംഗ സംഘത്തിന്റെ സന്ദർശനം. തിരുവല്ല പുലാത്തിനിലെത്തിയ സംഘത്തെ മെത്രാപ്പോലിത്തയും സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, മെത്രാപ്പോലിത്തൻ സെക്രട്ടറി റവറൻ കെ.ഇ. വർഗീസ് എന്നിവരും ചേർന്ന് സ്വീകരിച്ചു. സഭകളുടെ എക്യുമെനിക്കൽ ബന്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിയോഡീഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുമായി സംഘങ്ങൾ ആശയവിനിമയം നടത്തി.